എം എ ബേബിയുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഇപ്പോൾ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഈ വേളയിൽ CPM-നെ നയിക്കാൻ പോകുന്ന വേളയിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സംഘടനാ രംഗത്തെ 5 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്ത് അടങ്ങിയ ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. പാർട്ടിയിലെ സൗമ്യനായ നേതാവെന്ന് ബേബിയെ വിശേഷിപ്പിക്കുമ്പോൾ സഹപ്രവർത്തകർക്കും എതിർ പാർട്ടിക്കാർക്കും മറ്റൊരു അഭിപ്രായമില്ല. സംഘടനയുടെ താഴെത്തട്ടിൽ നിന്ന് പാർട്ടി പ്രവർത്തനം ആരംഭിച്ച ബേബി 5 പതിറ്റാണ്ടിനപ്പുറം CPIM എന്ന പ്രസ്ഥാനത്തിന്റെ അമരത്ത് കരുത്ത് കാട്ടുമെന്നുറപ്പ്. SFIയുടെ ആദ്യ രൂപമായ KSF-ലൂടെയായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം. SFI സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബേബി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നീ പദവികളിലുമെത്തി. പിന്നാലെ DYFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. 1986-ൽ രാജ്യസഭാംഗമാകുമ്പോൾ ബേബിയുടെ പ്രായം 32 വയസ്സ്. യുവജന സംഘടനാ തലത്തിലെ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് വളർന്നപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന പദവിയും ബേബിയെ തേടിയെത്തി. 1977-ൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ, പിന്നാലെ സംസ്ഥാന സമിതിയിൽ. 1989-ലാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തുന്നത്. 2006-ലും 2011-ലും കുണ്ടറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ബേബി നിയമസഭാംഗമെന്ന നിലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. 2006-ൽ അച്യുതാനന്ദ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി അംഗീകരിച്ചതും ബേബിയുടെ കാലത്താണ്. കോഴിക്കോട് നടന്ന 20ാം പാർട്ടി കോൺഗ്രസിലാണ് MA ബേബിയെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. അധ്യാപകനായിരുന്ന PM അലക്സാണ്ടറുടെയും ലില്ലിയുടെ മകനായി 1984-ൽ കൊല്ലം പ്രാക്കുളത്തായിരുന്നു ജനനം. NSS ഹൈസ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ പോലീസ് മർദ്ദനവും ജയിൽവാസവും ബേബി അനുഭവിച്ചു. CPIM എന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി MA ബേബി വരുമ്പോൾ സംഘടനാ രംഗത്തെ അനുഭവവും കരുത്തും പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.